ഹായ് ഹലോ നമസ്കാരം. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കേരള PSCയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് നാളായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതാണ്. ഒരുപാട് പേർക്ക് സന്തോഷം തരുന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാണെങ്കിൽ കാറ്റഗറി നമ്പർ 065/2024 65/2024 എന്ന കാറ്റഗറി നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഡിഗ്രി ഇല്ലാത്തവർക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് അല്ലെ? അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഡിഗ്രി ഇല്ലാത്തവർക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പോൾ തൊട്ട് മുമ്പ് ജനറൽ LGS പരീക്ഷ വന്നപ്പോഴും അതുപോലെ അതിന് തൊട്ട് മുമ്പ് യൂണിവേഴ്സിറ്റി OA വന്നപ്പോഴും ഒക്കെ അപേക്ഷിക്കാൻ പറ്റാത്ത ചിലർക്ക് ഇവിടെ നമുക്ക് അതിനുള്ള അവസരമുണ്ട്. അതെന്താണെന്ന് പറയാൻ പോവാണ്. അപ്പൊ ഇത് കേരള ബാങ്കിന്റെ എന്താണ് ഓഫീസ് അറ്റൻഡന്റ് നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെ ബേസിക് സാലറി പറഞ്ഞിരിക്കുന്നത് 16,500 മുതൽ 44,050 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ നോട്ടിഫിക്കേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അല്ലെങ്കിൽ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ജനറൽ കാറ്റഗറിയിൽ 40 വയസ്സ് വരെ, 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. മാത്രമല്ല OBC-കാരാണെങ്കിൽ അതിനകത്ത് 3 വർഷത്തെ റിലാക്സേഷൻ, അതായത് 43 വയസ്സ് വരെ അപേക്ഷിക്കാം. ഇനി SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും 5 വർഷത്തെ റിലാക്സേഷൻ കിട്ടും, അതായത് 45 വയസ്സ് വരെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഏജ് ലിമിറ്റിന്റെ ഹൈലൈറ്റ് ആണ് ഞാൻ തൊട്ട് മുമ്പ് നിങ്ങളോട് അറിയിച്ചത്. പലർക്കും ഏജിന്റെ പ്രശ്നം കാരണം നമ്മുടെ തൊട്ട് മുമ്പ് വന്ന ജനറൽ LGS പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അല്ലെ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൃത്യമായിട്ട് റെഡി ആയിക്കോളൂ, നിങ്ങൾക്ക് അപേക്ഷിക്കാം. കാരണം എന്താ, 40 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്കാർക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല അവസരമാണ്. നമ്മൾ ഒന്ന് ഒതുക്കി വെച്ചിരിക്കുന്ന പഠനമൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കുക, ഒന്ന് സെറ്റാക്കി വന്നാൽ ഉറപ്പായിട്ട് നമുക്ക് ജോലി അടിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു നിരാശ ഇവിടെ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7ാം ക്ലാസ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. പകരം മറ്റൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ എന്താണ്, ആ ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപേക്ഷിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ തൊട്ട് മുമ്പ് സെക്രട്ടേറിയറ്റ് OA അതുപോലെ യൂണിവേഴ്സിറ്റി OA ഒക്കെ അയച്ച് അതിന്റെ പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വെയിറ്റിങ്ങിനാണ്. അപ്പൊ അത് പഠിച്ചു വെച്ചിരിക്കുന്ന പോലെ അതേ മാതൃകയിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ നിർത്തി വെച്ച പഠനം എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു പോസ്റ്റ് അടിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അത് കണക്കാക്കി തന്നെ പഠിക്കാൻ തയ്യാറാവുക. അപ്പൊ ഇത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 15-ാം തീയതിയാണ്, മെയ് മാസം 15 അപ്പൊ എന്ത് ചെയ്യുക, പരമാവധി നേരത്തെ അപ്ലൈ ചെയ്യുക. 15-ാം തീയതി അല്ലെങ്കിൽ 14-ാം തീയതി രാത്രി എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, അയക്കാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. പരമാവധി നേരത്തെ തന്നെ അയക്കുക. 15-ാം തീയതി രാത്രി വരെ അയക്കാം. ഇപ്പൊ ഈ ഒരു പോസ്റ്റിന്റെ അട്രാക്ഷൻ ഇനി ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ LGS പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലുള്ള പരീക്ഷ ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെയായാലും ഒരു സർക്കാർ ജോലി കിട്ടണം എന്ന ആഗ്രഹമുള്ള എല്ലാവർക്കും ഇവിടെ മത്സരിക്കാം. നല്ലൊരു മത്സരം എന്തായാലും ഉണ്ടാവും. അപ്പൊ ആ ഒരു മത്സരത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾ തയ്യാറാകുക. എൻട്രി തയ്യാറാണ്. എൻട്രിയുടെ സീനിയർ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രഗത്ഭരായ ഒരു ടീം തന്നെ ഇതിനുവേണ്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സുകൾ ഇതിന്റെ പുറകെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഈ ചാനൽ തന്നെ ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഫ്രീ കണ്ടന്റ് മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് ഈ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ചാനലിന്റെ കൂടെ തന്നെ വരിക. കൂടുതൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സിലബസ് ഉണ്ട്. എന്താ, ഓഫീസ് അറ്റൻഡന്റിന്റെ ഒരു സിലബസ് ഓൾറെഡി നമുക്ക് PSC വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു സിലബസ് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പഠിച്ചു കയറി വരിക. അപ്പോ പ്രായം കൂടിപ്പോയി എന്ന ഒരു പ്രശ്നം കൊണ്ട് പലരും എന്ത് ചെയ്യാണ്, പഠനം നിർത്തി ആകെ നിരാശരായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഒരു 1/2 മാർക്കിന്റെയോ 0.33 മാർക്കിന്റെയോ ഒക്കെ വ്യത്യാസത്തിൽ പലരും ലിസ്റ്റിൽ നിന്ന് ഔട്ടായിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കെല്ലാം ഒന്നും കൂടി മത്സരിച്ച് അടിച്ചു കയറാനുള്ള ഒരു സുവർണാവസരമാണ്. അപ്പൊ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. എല്ലാവരും കൂളായിട്ട് ഒന്ന് പഠിച്ച് ആ പഴയ സിലബസ് ഒക്കെ എടുത്തിട്ട് ഒന്ന് പൊടി തട്ടി സെറ്റാക്കി വരിക. മുൻ പരീക്ഷകളിൽ നമുക്ക് കിട്ടിയ വിജയങ്ങൾ ആവർത്തിക്കാനായിട്ട് എൻട്രി തയ്യാറായിട്ടുണ്ട്. അപ്പൊ എൻട്രിയോടൊപ്പം ആ വിജയത്തിലേക്ക് നടക്കാനാണെങ്കിൽ നിങ്ങൾക്കും സ്വാഗതം. എല്ലാവരും ഒരുമിച്ച് വരിക. നമുക്ക് ഒരുമിച്ച് ജോലിയിലേക്ക് അടിച്ചു കയറി പോവാം. നമുക്ക് വിജയം ആവർത്തിക്കാം.